ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റീഹാഷിങ്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. റീഹാഷിങ് എന്താണ്? റീഹാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പോലെ തന്നെയാണ്. റീഹാഷിങ് ഈസ് ദ പ്രോസസ് ഓഫ് റീസൈസിങ് എ ആഷ് ടേബിൾ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് എലമെൻറ്റ് ടു എ ന്യൂ ലൊക്കേഷൻ ടു മെയിൻറ്റെയിൻ എഫിഷ്യൻറ്റ് ആസ് മോർ ഡാറ്റ ഈസ് ആഡഡ്. അപ്പോൾ റീഹാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീഹാഷ് ടേബിളാണ്. റീസൈസിങ് എ ടേബിളിൻ്റെ സൈസ് കൂട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എലമെൻറ്റ്. അങ്ങനെയാണ് സമയത്ത് എന്തുണ്ടാവും? ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ എന്തുണ്ടാവും? ഇൻക്രീസ് ചെയ്യും. അതായത് കൂടുതൽ സ്പേസും കാര്യങ്ങളും കിട്ടുമ്പോൾ കൂടി കൂടുതൽ സ്പേസിലോട്ടൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നു. കൂടുതൽ കൊളീഷനൊക്കെ കുറച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു കബോർഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് അത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു കബോർഡ് മേടിക്കും. എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യും? ഈ സാധനം എന്തുണ്ടാവും? നമ്മൾ റീഅറേഞ്ച് ചെയ്യും. ചെറിയ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുണ്ടാവും? വലിയ കബോർഡൊക്കെ എന്തുണ്ടാവും? റീഅറേഞ്ച് ചെയ്യും. ഈ സാധനം തന്നെയാണ് നമ്മൾ പറഞ്ഞത് റീഹാഷിങ്. അതായത് റീഅറേഞ്ചിങ് ഈക്വൽ ടു റീഹാഷിങ്. അതാണ് റീഹാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈ ഡു വി നീഡ് ടു റീഹാഷിങ്? എന്തുകൊണ്ടാണ് റീഹാഷിങ് നമ്മൾ ചെയ്യുന്നത്? ഹാഷിങ് ടേബിൾ വർക്ക് ഫാസ്റ്റ് ഓൺലി വെൻ ലോഡ് ഫാക്ടർ ഈസ് ലോഡ് ഫാക്ടർ എന്ത് ചെയ്യണം? ലോ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുള്ളൂ? സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ലോഡ് ഫാക്ടർ ലാംഡ, ഈ ലാംഡക്ക് ചില സ്ഥലങ്ങളിൽ ആൽഫയും കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ലോഡ് ഫാക്ടർ ലാംഡ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടേബിൾ. അപ്പോൾ ഒരു ലാംഡ എങ്ങനെ കാണുക? നമ്പർ ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടേബിൾ സൈസ് കാണുമ്പോൾ ആ കിട്ടുന്ന എലമെൻറ്റ് ലാംഡ എന്ത് ചെയ്യണം? 0.7 ചെറുതായിരിക്കണം. അങ്ങനെയാണെച്ചെങ്കിൽ എന്ത് ചെയ്യുക? ലോഡ് ഫാക്ടർ ബിക്കം ഹൈ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൊളീഷൻ ഇൻക്രീസസ് അല്ലേ? അതെന്ത് ചെയ്യും? കൊളീഷൻ പെർഫോമൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിനേക്കാളും വലുതായി കഴിഞ്ഞാൽ 0.05 വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ലോഡ് ഫാക്ടർ ഹൈ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് ഫാക്ടർ എന്ത് ചെയ്യണം? ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെർഫോമൻസ് കുറയും. അതേപോലെ തന്നെ കൊളീഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലോഡ് ഫാക്ടർ എപ്പോഴും എന്ത് ഉണ്ടാവും? ലോ ആയിരിക്കണം. അങ്ങനെ ലോഡ് ഫാക്ടർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെഡ്യൂസ് കൊളീഷൻസ്. അപ്പോൾ അതായത് ലോഡ് ഫാക്ടർ ലോ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? റെഡ്യൂസ് കൊളീഷൻസ് ഉണ്ടാവും. ഇംപ്രൂവ് സെർച്ച് ഇൻസേഷനൊക്കെ എന്തുണ്ടാവും? പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. മെയിൻറ്റെയിൻസ് ബിഗ് O1 എന്നുള്ള സ്പീഡ് എന്തുണ്ടാവും? എഫിഷ്യൻസി എന്തുണ്ടാവും? അത് ടൈം കോംപ്ലക്സിറ്റി എന്തുണ്ടാവും? കീപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ലോഡ് ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ് കൊളീഷൻ, അതേപോലെ തന്നെ സെർച്ചിങ് ഇൻസേർഷൻ്റെയൊക്കെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ബിഗ് O1 ടൈം കോംപ്ലക്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മളിത് ഒരു ആഷ് ടേബിൾ ഉണ്ട്. അതിൻ്റെ സൈസ് 5 ആണ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 22, 32, 17 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് mod 5 വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആഷിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, എല്ലാം ഇൻഡെക്സ് 2 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നു, ഇൻഡെക്സ് സ്റ്റോർ ചെയ്തു. പിന്നെ 3 കൊളീഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, 3 കൊളീഷൻ അവിടെ സംഭവിച്ചു. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടു മെനി കൊളീഷൻസ്, ഒരുപാട് കൊളീഷൻസ് അവിടെ വന്നു. ലോഡ് ഫാക്ടർ എന്താണ്? 4/10 ഈക്വൽ ടു 0.8 ആണ്. 0.75 വലുതാണ്. മനസ്സിലായി? അപ്പോൾ ലോഡ് ഫാക്ടർ എന്തായി? ഹൈ ആയി. ഇവിടെ ലോ ആവുകയാണ് വേണ്ടത്. ഓക്കെ, ഹൈ ആയി. അപ്പോൾ എന്തുണ്ടാവും? റിയാഷിങ് നമുക്ക് എന്ത് ചെയ്യും? യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ റിയാഷിങ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എന്തുണ്ടാവും? ടേബിളിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്തു? 10 ആക്കി. അപ്പോൾ ഡബിളാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡബിളാക്കി. അങ്ങനെ സമയത്ത് mod 10 ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? വീണ്ടും ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊളീഷന് നേരത്തെ എന്തുണ്ടാവും? 3 കൊളീഷനുള്ളവർക്ക് ഇവിടെ എന്ത് ചെയ്തു? കൊളീഷൻ 2 ആയി. ഇപ്പോൾ ബാലൻസ് ഫാക്ടർ നോക്കിയേ, ഇങ്ങോട്ട് വന്നു. അപ്പോൾ കൊളീഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സൈസ് ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്തുണ്ടാവും? ബാലൻസ് ഫാക്ടർ ലോ ആകും. അപ്പോൾ എന്തുണ്ടാവും? കൂടുതൽ ഇൻഡെക്സ് കൊളീഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റും. ഇതാണ് റീഹാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷബിൾ ഹാഷിംഗ് ആണ്. എക്സ്റ്റൻഷബിൾ ഹാഷിംഗ് ഈസ് എ ഡൈനാമിക് ഹാഷിംഗ് ടെക്നിക്കാണ്. ഇതൊരു ഡൈനാമിക് ഹാഷിംഗ് ടെക്നിക്കാണ്. യൂസ്ഡ് ഇൻ ഡാറ്റാബേസസ് ആൻഡ് ഫയൽ സിസ്റ്റംസ്. ഡാറ്റാബേസസിലും ഫയൽ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഒരു ഹാഷിംഗ് ടെക്നിക്കാണ് എക്സ്റ്റൻഷബിൾ ഹാഷിംഗ്. It always the hash table grow and shrink automatically as data change without rehashing the
എൻ്റർ ടേബിൾ. എൻ്റർ ടേബിളിനെ റിയാഷിങ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ഉണ്ടാവും, സിങ്കിങ് നടക്കും. അതിന് എക്സാമ്പിളാണ് ഡിക്ഷണറി, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബക്കറ്റ്, ബൈനറി ഹാഷ് വാല്യൂ, അതേപോലെ തന്നെ ലോക്കൽ ഡെപ്ത് ആൻഡ് ഗ്ലോബൽ ഡെപ്ത്. ഓക്കെ, എക്സ്റ്റൻസിബിൾ ഹാഷിംഗ് ഒക്കെ ജസ്റ്റ് കുറച്ച് ചെറുതായിട്ട് ചോദിക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയിനിങ് ആണ്. സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചെയിനിങ് എന്നും കൂടിയും പറയും. ഇപ്പോൾ എക്സാമിന് എന്ത് ചെയ്യുക, വാട്ട് ഈസ് ചെയിനിങ് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയിനിങ് തന്നെയാണ് ചോദിക്കുന്നത്. കൊളീഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്കാണ്. ഇതെന്ത് ചെയ്യുക, കൊളീഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്കാണ്. വെൻ 2 or more keys ഹാഷ് ടു എ സെയിം ഇൻഡെക്സ്. അപ്പോൾ അതാണല്ലോ സംഭവം. ഇപ്പോൾ പറഞ്ഞു വരുന്നതൊക്കെ എന്താണ്, ഒന്നിലധികം വാല്യൂസ് ഒരേ ഇൻഡെക്സ് നോക്കുമ്പോഴാണല്ലോ കൊളീഷൻ വരിക. അങ്ങനെ വരുന്ന കേസിൽ എന്തുണ്ടാകും, സെപ്പറേറ്റ് ചെയിൻ സ്റ്റോർ ദം ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്. അതെന്ത് ചെയ്യും, ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഫോർമാറ്റിൽ എന്തുണ്ടാവും, സ്റ്റോർ ചെയ്യും. നമ്മൾ മുകളിൽ ഒരിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു ചെയിനിങ് അല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്തുണ്ടാവും, ചെയിനിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇതിനെ യൂസ് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈസ് 5 ആണ് ടേബിളിൻ്റെ സൈസ്. എന്ത് ചെയ്യുക, 12, 22, 33 ആൻഡ് 17 ആൻഡ് 3 ആണ് നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാഷ് വാല്യൂ കാണുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യുക, 2 ആണ്. ലാസ്റ്റത്തെ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇൻഡെക്സ് 2 ആണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും, ചെയിനിങ് എന്താ ചെയ്യുക, ഇൻഡെക്സ് 0-ലൊന്നുമില്ല, 1-ലൊന്നുമില്ല, 2-ൽ നോക്കിയാൽ 12, പിന്നെ അതിനോട് അടുത്ത് ലിങ്ക് ചെയ്തു, 22 ലിങ്ക് ചെയ്തു, പിന്നെ 33 ലിങ്ക് ചെയ്തു, 17 ലിങ്ക് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ചെയിനായിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തു. 3ൻ്റെ ഇൻഡെക്സിൽ എന്ത് ചെയ്യും, 3 എന്നുള്ള വാല്യൂയും സ്റ്റോർ ചെയ്തു. ഇതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ.